റൂട്ട്സ് ഓഫ് ഗ്രാമറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഷാൽ ഹാവ് ഓർ വിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ്. അതായത് ഈ ടെൻസ് സാധാരണയായിട്ട് സൂചിപ്പിക്കുന്നത് ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാകുന്ന ഒരു പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. അതായത് ഭാവിയിൽ ഈ സമയത്തോടു കൂടി അത് കംപ്ലീറ്റ് ആയിരിക്കും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ ഒന്ന്, ബി ഷാൽ ഹാവ് നോൺ ദി റിസൾട്ട്സ് ബൈ നെക്സ്റ്റ് മന്ത്. അപ്പോൾ ഞങ്ങളുടെ റിസൾട്ട് അടുത്ത ജൂണോടുകൂടി അറിയാം. അപ്പോൾ അത് അറിഞ്ഞിരിക്കും, അത് പൂർത്തിയാകുന്ന കാര്യമാണ്, അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഷീ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദി കോഴ്സ് ബൈ ദി എൻഡ് ഓഫ് ദി നെക്സ്റ്റ് മന്ത്. അതായത് അടുത്ത മന്തോടുകൂടി അവളുടെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ പൂർത്തിയാകുന്ന കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ടെൻസാണ് ദി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഷാൽ ഹാവ് ബീൻ ഓർ വിൽ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബാണ്. ഇത് സാധാരണയായിട്ടും സൂചിപ്പിക്കുന്നത് ഇടയ്ക്ക് തടസ്സമൊന്നുമില്ലാതെ തുടർച്ചയായിട്ട് ഭാവിയിൽ ഒരു നിശ്ചിത സമയം വരെ തുടരുന്ന പ്രവൃത്തി, ഒരു നിശ്ചിത സമയം വരെ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കും എന്ന് ബോധ്യമുള്ളൊരു കാര്യം സൂചിപ്പിക്കാനാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി എക്സാമ്പിൾ പറഞ്ഞാൽ, ബൈ നെക്സ്റ്റ് മാർച്ച് ഐ ഷാൽ ഹാവ് ബീൻ സ്റ്റഡിങ് ഓഫ് ദിസ് കോളേജ് ഫോർ 5 years. അതുപോലെ മറ്റൊരെണ്ണം പറഞ്ഞാൽ, ഐ വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ 3 hours by 6 o'clock. അനദർ വൺ, നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 4 years. അപ്പോൾ ഇത്രയാണ് നമ്മൾ ടെൻസ് പ്രധാനമായിട്ടുള്ള 12 എണ്ണം. ഇനി ബാക്കി അടുത്ത് നമുക്ക് പാസീവ് വോയിസ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.